മഗ്രിബുൽ അഖ്സ, ഇതൊക്കെ ഈ മഗ്രിബ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ചില ഭാഗങ്ങൾക്ക് പറയുന്ന പേരുകളാണ്. ഈ മഗ്രിബുൽ അഖ്സക്ക് പിന്നീട് നൽകപ്പെട്ട പേരായി മാറി ജുസൂലത്ത് എന്നുള്ളത്. അൽ അൻസാബു ലിസ്സംആനി, അതുപോലെ തന്നെ ദുററുസ്സരിയ, മുഖ്തസറു ഫത്ഹി റബ്ബിൽ അർബാബ് എന്നിങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ മൂല്യമാർക്കാരുണ്ടാവുക. മുൻജിദ്, അൽ മുൻജിദ് ഫിൽ ലുഗത്തി, അൽ മുൻജിദ് ഫിൽ അഅ്ലാമി, ഇങ്ങനെ രണ്ടൈറ്റം മുൻജിദ് ഉണ്ട്, ഭാഷാ നിഘണ്ടുവാണ്. അൽ മുൻജിദ് ഫിൽ അഅ്ലാമി എന്ന അതിലും ബഹുമാനപ്പെട്ടവരുടെ ഒരു ചെറിയ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിലും നൽകിയിട്ടുള്ളത് സൂഫിയുൻ മഗ്രിബിയുൻ ഷാദിലിയുൻ സാഹിബു ദലായിലുൽ ഖൈറാത്തി അത്ബാഉഹു ഹുമുൽ ജുസൂലിയത്തു. ബഹുമാനപ്പെട്ടവർ ഈ ആഫ്രിക്കയിലെ, മഗ്രിബ് എന്ന് പറയുന്നത് ബിലാദുൻ ഫി ആഫ്രിക്ക, ആഫ്രിക്കയിലെ ഒരു നാടാണ് മഗ്രിബ് എന്ന് പറയുന്നത്. അവിടേക്ക് ചേർത്തിട്ടാണ് മഗ്രിബിയ്യ് എന്ന് പറയുക. സാധാരണ ചമ്പലങ്ങാടിയ്യ്, കൊടുമുണ്ടിയ്യ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരാളെ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഷെയ്ഖുനാനെ ചമ്പലങ്ങാടിയ്യ് എന്ന് പറയും, ചമ്പലങ്ങാടിലേക്ക് ചേർത്തിട്ട്. അങ്ങനെ ചില വ്യക്തികളെ ആ നാടിലേക്ക് ചേർത്തി പറയും. അപ്പൊ ജുസൂലി എന്ന് പറയുന്നത് രണ്ട് നിലക്കാണ്. ഒന്ന് ബഹുമാനപ്പെട്ടവരുടെ ഒരു കബീലയാണ്, മറ്റൊന്ന് ആ കബീല കൊണ്ട് ആ നാടിന് തന്നെ പേര് വെക്കപ്പെട്ടു. അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്, ചില തറവാട് കൊണ്ട് ആ നാടിന് പേര് വരവുണ്ട്. ആ രീതിയിൽ വന്ന ഒരു പേരും കൂടിയാണ് ഈ ജുസൂലത്ത് എന്ന് പറയുന്നത്. പിന്നെ സംലാലി എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ പിതാ പരമ്പരയിൽ സംലാൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആ നിലയ്ക്കും കൂടിയാണ് സംലാലി എന്ന ആ ഒരു പേരും കൂടി വന്നത്. അതും ഒരു പിന്നീട് കബീലകളുടെ പേരായി മാറിയതാണ്. ബഹുമാനപ്പെട്ടവരുടെ അവരെ പിൻപറ്റി അവരുടെ അമലുകൾ സ്വീകരിച്ചുകൊണ്ട് ഇബാദത്തിൽ മുഴുകിയിരുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് ജുസൂലിയത്ത് എന്നുള്ളത്. ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് ഹിജ്റ 870 നമ്മുടെ ക്രിസ്തു വർഷം 1465 ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഹിജ്റ വർഷപ്രകാരം 577 വർഷം, ക്രിസ്തു വർഷപ്രകാരം 561 വർഷമായി ബഹുമാനപ്പെട്ടവർ വഫാത്തായിട്ട്. ഹിജ്റ വർഷപ്രകാരം 577 വർഷമായി. കാരണം 400 മാസം കൂടുമ്പോൾ ഒരു കൊല്ലം വർദ്ധിക്കും നമ്മുടെ അറബിയും ഇംഗ്ലീഷും കൂടിയിട്ട്. ആ നിലക്കാണ് ഈ വ്യത്യാസം വരുന്നത്. ജാമിഉ കറാമാത്തിൽ ഔലിയാ എന്ന ഗ്രന്ഥത്തിന്റെ 1/249 ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് അത്യാവശ്യം വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ പേരുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ വിശദീകരണം. അപ്പൊ ഒന്നാമതായി ജസൂലിജ് എന്നുള്ളത് നമ്മൾ തിരുത്തി, ഇനി ജുസൂലിജ് എന്ന് പറയണം. അതുപോലെ തന്നെ ജുസൂലി എന്ന് പറയും പോലെ തന്നെ മറ്റൊരു പേരും കുസൂലി എന്നും വേണമെങ്കിലും പറയാം. കുസൂലി, അങ്ങനെയും ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ആ ജുസൂലി എന്നുള്ളതിന് വിളിക്കപ്പെടുന്നുണ്ട് എന്നാണ്. ബഹുമാനപ്പെട്ടവർ ഈ ദലായിലുൽ ഖൈറാത്ത് എന്ന ഗ്രന്ഥം രചിക്കാനുള്ള ഒരു കാരണമാണ്.
ഇത് രചന നടക്കുന്നത് ഫാസ് എന്ന് പറയുന്ന ഒരു നാട്ടിലാണ്. ബഹുമാനപ്പെട്ടവർ വിജ്ഞാനം നടത്തിയിരുന്നത്, ഇൽമ് പഠിച്ചിരുന്നത്. അവിടെ വെച്ചുകൊണ്ടാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന ഈ ഒരു ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രബല ഗ്രന്ഥമാണ് ദലായിലുൽ ഖൈറാത്ത്. ആ ഗ്രന്ഥരചന നടത്തുന്നത് ഫാസ് എന്ന പട്ടണത്തിൽ വെച്ചുകൊണ്ടാണ്, നാട്ടിൽ വെച്ചുകൊണ്ടാണ്. ആ ഗ്രന്ഥരചന നടത്താനുള്ള കാരണം ജാമിഉൽ കറാമാത്തിൽ ഔലിയായിൽ വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖുതുബ് ദിർദീർ എന്നവരുടെ ഒരു സ്വലാത്തുണ്ട്. അതിന്റെ ഒരു ശറഹ് ബഹുമാനപ്പെട്ട അഹ്മദ് സാബി തഫ്സീർ ജലാലൈനിക്കൊക്കെ വിശദീകരണം എഴുതിയ സാബി എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിന്റെ മുസന്നിഫാണ് അഹ്മദ് സാബി. ബഹുമാനപ്പെട്ടവർ എഴുതിയ ശറഹിൽ കൊടുത്തിട്ടുണ്ട്, ഈ ദലായിലുൽ ഖൈറാത്ത് രചിക്കാനുള്ളതായ കാരണം ഈ ബഹുമാനപ്പെട്ട ഇമാം ജുസൂലി തങ്ങള് ഒരിക്കൽ ബഹുമാനപ്പെട്ടവർക്ക് ഹളറഹു വഖ്തു സ്വലാത്തി, നമസ്കാരത്തിന്റെ സമയമായി. അങ്ങനെ ഖാമ യതവല്ലു, വുളൂ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് ചെന്നു. കിണറിന്റെ അരികിൽ ചെന്ന് നോക്കുമ്പോൾ ഫലം യജിദ് മാ യുഖ്രിജു ബിഹിൽ മാഅ മിനൽ ബിരി, ഈ കിണറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കാനുള്ള ബക്കറ്റോ പാട്ടയും കയറോ ഒന്നും അവിടെ ഇല്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത് നദറത്തിലേഹി സബിയ്യത്തുൻ മിൻ മകാനിൻ ആലിൻ, കിണർ നിലകൊള്ളുന്ന സ്ഥലത്തിന്റെ ഒരു ദേശം ഉയർന്നൊരു ഭാഗത്ത് ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഇതെല്ലാം കാണുന്നുണ്ട്, വെള്ളം കോരിയെടുക്കാൻ വിഷമിക്കുന്ന ഈ ഒരവസ്ഥ. ഈ പെൺകുട്ടി ചോദിച്ചു, മെന്നെന്താ, നിങ്ങൾ ആരാണ്? അപ്പൊ ബഹുമാനപ്പെട്ടവർ ഞാൻ ആരാണ് എന്നുള്ള ഒരു ചെറിയ വിശദീകരണം കൊടുത്തു. ഇത് കൊടുത്തപ്പോ കാലത്തിലോ ഈ പെൺകുട്ടി ഇദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളാണില്ലേ ധാരാളം ഖൈർ കൊണ്ട് പുകഴ്ത്തി പറയപ്പെടുന്ന ആ ഇന്ന വ്യക്തി നിങ്ങളാണില്ലേ? ഇത്രയും ആളുകൾ പുകഴ്ത്തി പറയുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് പക്ഷേ ഈ കിണറിൽ നിന്ന് വെള്ളം പുറത്തേക്കെടുക്കാൻ ഭയങ്കര വിഷമം, എന്ത് വേണമെന്ന് നട്ടം തിരിയാണില്ലേ? എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ഇത് പറഞ്ഞ് ഈ പെൺകുട്ടി കിണറിലേക്ക് തുപ്പി. കിണറിലേക്ക് തുപ്പിയപ്പോ ആ കിണറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവർ വുളൂഅൊക്കെ ചെയ്ത് നമസ്കാരമൊക്കെ നിർവഹിച്ച് പിന്നെ ആ പെൺകുട്ടിയോട് ചോദിച്ചു, അഖ്സംതു അലൈകി ബിമ നിൽത്തി ഹാദിഹിൽ മർത്തബത, നിന്നോട് ഞാൻ റബ്ബിനെ മുൻനിർത്തി സത്യം ചെയ്ത് ചോദിക്കുകയാണ്, ഇത്രയും വലിയ സ്ഥാനം നിനക്ക് ലഭിക്കാൻ എന്താണ് കാരണം? ആ കുട്ടി പറഞ്ഞു, ബികഥറത്തി സ്വലാത്തി അലാ മൻ കാന ഇദാ മശാ ഫിൽ ബദ്രിൽ അഖ്ഫലി തഅല്ലഖത്തിൽ ഉഹൂഷ് ബി അദിയാലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കാരണം ബികഥറത്തി സ്വലാത്തി, സ്വലാത്ത് അധികരിപ്പിച്ചത് കൊണ്ടാണ്. ആരുടെ മേൽ? അലാമൻ, ഒരുത്തരുടെ മേൽ. കാന, ആ ഒരുത്തരായിരുന്നു ഇദാ മശാഫിൽ ബദ്രിൽ അഖ്ഫലി, വിജനവും തരിശുമായ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ തഅല്ലഖത്തിൽ ഉഹൂഷ് ബി അദിയാലിഹി, അവിടുത്തെ കോന്തലകളോട് ഈ കാട്ടുമൃഗങ്ങൾ പിടികൂടുന്നതാണ് എന്ന് പറഞ്ഞാൽ അഭയം തേടുന്നതാണ്. ബഹുമാനപ്പെട്ടവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വിവിധ ജീവികൾ, മൃഗങ്ങളും മറ്റു ജീവികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം പറഞ്ഞുകൊണ്ട്, ആവലാതി പറഞ്ഞുകൊണ്ട് അഭയം തേടിയിരുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മൗലിദിലൊക്കെ ചൊല്ലാറുണ്ട്. റസൂലുള്ളാഹിയിലേക്ക് അഭയം തേടി
വിവിധങ്ങളായ മൃഗങ്ങൾ, ഒട്ടകങ്ങൾ വന്ന സംഭവമുണ്ട് കരഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ള കോന്തലകൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ അഭയം തേടിക്കൊണ്ട് പിടിക്കുന്നതിൻ്റെ ഒരു സൂചന വചനമാണത്, അത് പ്രയോഗമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കോന്തല പിടിക്കണമെന്നില്ല. അപ്പൊ ഈ വിഷമിച്ച് പേടിച്ചരണ്ട് സങ്കടപ്പെട്ട് വരുന്ന ഈ മൃഗങ്ങൾ അഭയം പ്രാപിക്കുന്ന ആ പ്രവാചകരുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയത് കൊണ്ടാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് ആ പെൺകുട്ടി ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞപ്പോ അവിടെ വെച്ച് സത്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ളതായ ഒരു ഗ്രന്ഥം ഞാൻ രചിക്കുമെന്ന് ആ സത്യം നിറവേറ്റിയതാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന് ജാമിഉ കറാമാത്തിൽ ഔലിയാഇന്റെ 1/250 ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അംഗീകൃത ഗ്രന്ഥമാണ് ജാമിഉ കറാമാത്തിൽ ഔലിയ. ആ ഗ്രന്ഥത്തിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പുറമെ ഇത് ദലായിലുൽ ഖൈറാത്താണ്. ഇതിന്റെ രണ്ടാമത്തെ ഹിസ്ബ്, ചൊവ്വാഴ്ച ചൊല്ലുന്ന ഹിസ്ബ്, ആ ഹിസ്ബിന്റെ അവസാന ഭാഗത്തായിട്ട് ബഹുമാനപ്പെട്ടവർ കൊടുത്ത ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ കാന ഇദാ മശാ ഫിൽ ബദ്രിൽ അഖ്ഫരി തഅല്ലഖത്തിൽ ഉഹൂശ് ബി അദിയാലിഹി. ഈ പെൺകുട്ടി പറഞ്ഞില്ലേ, ബികസറത്തി സ്വലാത്തി അലാ മൻ കാന ഇദാ മശാ ഫിൽ ബദ്രിൽ അഖ്ഫരി തഅല്ലഖത്തിൽ ഉഹൂശ് ബി അദിയാലിഹി എന്ന് ആ പെൺകുട്ടി പറഞ്ഞ ആ വാചകം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സ്വലാത്ത് ബഹുമാനപ്പെട്ടവർ ആ വാചകം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ സ്വലാത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന്. അല്ലാഹുമ്മ സ്വല്ലി അലാ, അല്ലാഹുവേ നീ സ്വലാത്ത് ഗുണം ചെയ്യണമേ, അലാമൻ ഒരുത്തന്റെ മേൽ, കാന ഇദാ മശാ ഫിൽ ബദ്രിൽ അഖ്ഫരി തഅല്ലഖത്തിൽ ഉഹൂശ് ബി അദിയാലിഹി. അപ്പോ ഇതാണ് ഈ ഗ്രന്ഥം രചിക്കാനുള്ള ബഹുമാനപ്പെട്ടവരുടെ കാരണവും പ്രചോദനവും എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുകയാണ്. ഇനി ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയുമ്പോൾ ധാരാളം കറാമത്തുകൾക്ക് ഉടമയാണ്. ജീവിതകാലത്ത് ധാരാളം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. വഫാത്തിന്റെ ശേഷവും ധാരാളം കറാമത്തുകൾ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ കാര്യം പറയുമ്പോൾ ബഹുമാനപ്പെട്ടവര് പഠനം നടത്തിയിരുന്നത് ഫാസിൽ വെച്ചുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. ഫാസിൽ വെച്ചുകൊണ്ടാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന ഗ്രന്ഥം രചിച്ചത്. അങ്ങനെ ഫാസിൽ വെച്ചുകൊണ്ട് ഈ ഇൽമ് പഠനം പൂർത്തിയായപ്പോൾ കൂട്ടത്തിൽ പറയുന്ന ബഹുമാനപ്പെട്ടവർ വലിയ ആലിമും വലിയ ഇമാമുമാണ്. മാലിക്കി മദ്ഹബിലെ പ്രമുഖനായ ഒരു ഇമാമും കൂടിയാണ് ബഹുമാനപ്പെട്ടവർ. മാലിക്കി മദ്ഹബുകാരനാണ്. തരീഖത്തിൽ ഷാദുലി തരീഖത്തുകാരനാണ് ബഹുമാനപ്പെട്ടവർ. ഷാദുലി തരീഖത്തിന്റെ അക്കാലത്തെ ഷെയ്ഖായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ജുസൂലി തങ്ങൾ. പറയട്ടെ, അങ്ങനെ ഫാസിൽ വെച്ചുകൊണ്ട് പഠനം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് നേരെ പോയത് സാഹിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. സാഹിൽ എന്ന സ്ഥലത്തേക്ക് ചെന്നു. ഫജ്തമഅ ബിഹിൽ വലിയു സാലിഹു അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് അൻവാറുസ് സഗീർ. ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖിന്റെ പേരാണ്. ഈ സാഹിൽ എന്ന സ്ഥലത്തെത്തിയപ്പോ അവിടെ വെച്ചുകൊണ്ട് അക്കാലത്തെ ഏറ്റവും പ്രമുഖനായ ഒരു കുതുബായ വലിയാണ് ഈ പറയപ്പെട്ട മുഹമ്മദ് അൻവാറുസ് സഗീർ എന്ന് പറയുന്നവർ. അദ്ദേഹത്തെ കണ്ടുമുട്ടി. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ദിക്റുകളും മറ്റൊക്കെ സ്വീകരിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ദിക്ർ സ്വീകരിക്കുകയും തരീഖത്ത് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ്. ഇങ്ങനെ തരീഖത്തൊക്കെ സ്വീകരിച്ചപ്പോൾ തൻ്റെ ഗുരു, തൻ്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ടവരോട് ഖൽവത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. ഖൽവത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായുള്ള ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച്
ആരാരുമില്ലാതെ ഒരു ഇബാദത്തിന് വേണ്ടി മാത്രം തനിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക, ഒരാളുമായി ബന്ധമില്ലാതെ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഖൽവത്തിൽ പ്രവേശിച്ചു. 14 വർഷം ബഹുമാനപ്പെട്ടവർ ഈ ഖൽവത്തിന് ഇബാദത്തിലായി മുഴുകി എന്നാണ്. അങ്ങനെ 14 വർഷം ആലോചിക്കണം, കുറച്ചൊന്നുമില്ല. 14 വർഷം ഒരു ബന്ധവും ജനങ്ങളുമായിട്ടില്ലാതെ, ആളുകളുമായിട്ടില്ലാതെ, പുറം ലോകവുമായില്ലാതെ ഇബാദത്തിൽ മാത്രം മുഴുകി കഴിഞ്ഞു. ശേഷമാണ് തന്നെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടണം എന്നുള്ള നിലക്ക് അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. സദറു അസ്ഫ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നത്. അവിടെ വന്നുകൊണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ടവർ ജനങ്ങളെ ഹിദായത്തിലാക്കാൻ വേണ്ടി, വഴിപഴച്ചു പോയ ആളുകളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ധാരാളം ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ മുരീദുമാരായി വന്നു എന്നാണ് പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ 12,665 മുരീദുമാർ ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു എന്നാണ്. മാത്രവുമല്ല, ബഹുമാനപ്പെട്ടവര് വസ്തമറ മുസ്തഖിലൻ ബിനശ്രി തരീഖത്തി താജിൽ ആരിഫീന സയ്യിദി അബുൽ ഹസൻ ഷാദുലി വയുദാരിഹ. ഷാദുലി തരീഖത്തിന്റെ പ്രചാരകനും അതിനെ ജനങ്ങളിൽ വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയുമാണ് തന്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. തന്റെ മുരീദുമാരെയും പല സ്ഥലങ്ങളിലേക്ക് ഈ ഷാദുലി തരീഖത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു എന്നൊക്കെ കാണാൻ കഴിയും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഈ ഷാദുലി തരീഖത്തിൽ നിന്നു തന്നെ തന്റെ പേരിൽ ഒരു തരീഖത്ത് ബഹുമാനപ്പെട്ടവർ സ്ഥാപിക്കുകയാണ്. ആ തരീഖത്തിനാണ് തരീഖത്തുൽ ജുസൂലിയ എന്നാണ് അതിന് പേര് പറയുക. അപ്പൊ തരീഖത്തുൽ ജുസൂലിയ എന്ന് പറയുന്ന ഒരു തരീഖത്ത് ഈ ഷാദുലി തരീഖത്തിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ തെരഞ്ഞെടുത്ത ചില അധികാറുകളുമായി അങ്ങനെ ഒരു തരീഖത്ത് ബഹുമാനപ്പെട്ടവർ സ്ഥാപിച്ചു എന്ന് കാണാൻ കഴിയും. ഈ ഷാദുലി തരീഖത്തിൽ നിന്നാണെന്ന്, അതാണ് യഥാർത്ഥത്തിൽ ഒരു പ്രബല വീക്ഷണമായി ആ വിഷയത്തിലുള്ളത്. ഷാദുലി തരീഖത്തിൽ നിന്നാണെന്നാണ്. പല അഭിപ്രായങ്ങളും ആ വിഷയത്തിൽ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. وإلى جانب الطريقين القادرية والشاذلية ظهرت في القرن السادس عشر بالمغرب الطريقة الجزولية. ഈ ആഫ്രിക്കയിലെ മഗ്രിബ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഖാദിരിയത്തും ഷാദുലിയത്തും ഇങ്ങനെ 2 തരീഖത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇത് രണ്ടിൽ നിന്നും കൂടിയായിട്ടാണ് ഈ ജുസൂലിയ തരീഖത്ത് ബഹുമാനപ്പെട്ടവർ രൂപം നൽകിയത് എന്ന് കാണാൻ കഴിയും. തരീഖത്തിന് രൂപം നൽകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ ഒരു സാധനമാണ്. തരീഖത്ത് എന്ന് പറഞ്ഞാൽ മശായിഖന്മാരിലേക്ക് എന്നാണ് ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിയിലേക്ക് തങ്ങൾ കുടുംബം ഹസനി പരമ്പരയിലാണ് ബഹുമാനപ്പെട്ടവർ വരുന്നത്. ഫാത്തിമ ബീവിയുടെ മകനായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് വരുന്ന തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ടവർ ആളാണ് ബഹുമാനപ്പെട്ട ജുസൂലി ഇമാം. അപ്പൊ ഈ 2 തരീഖത്തിൽ നിന്നും കൂടി കടഞ്ഞെടുത്ത ചില ദിക്റുകൾ ബഹുമാനപ്പെട്ടവർ ക്രോഡീകരിച്ച് ആ ഒരു വഴി തന്റെ മുരീദുമാർക്ക് ചൊല്ലാൻ കൊടുത്തു എന്നാണ് ഈ തരീഖത്ത് സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞാലുള്ള ഉദ്ദേശം. അതല്ലാതെ ഇത് എന്തോ സാധനം കെട്ടുണ്ടാക്കണം അതുണ്ടാക്കാന്നുള്ള അർത്ഥത്തിൽ വിചാരിക്കരുത്. അങ്ങനെ പറഞ്ഞവരുണ്ട്. നേരെ മറിച്ച് റിഫാഇ തരീഖത്തിൽ നിന്ന്, അതുപോലെ തന്നെ ഈസാബിയ എന്ന് പറയുന്ന ഒരു മഹാൻ അദ്ദേഹം ക്രോഡീകരിച്ച അധികാറുകളുടെ ഒരു തരീഖത്തുണ്ട്. അതിൽ നിന്നും റിഫാഇ തരീഖത്തിൽ നിന്നും കൂടി കടഞ്ഞെടുത്ത ഒരു തരീഖത്താണ് ഈ ജുസൂലിയത്ത് എന്ന ആ തരീഖത്തെന്നും ഇമാമുകൾ പറയുന്നു. അതല്ല യഥാർത്ഥത്തിൽ വലാകിന്ന മഹ്മൂദൻ ബിൽ ഫൈദിൽ മനൂഫി യജ്അൽ ജുസൂലിയത ഫർഅൻ മിൻ ഷാദുലിയത്തി. ഷാദുലിയത്തിൽ നിന്നുള്ള ഒരു ഫർഅ, അതിൽ നിന്ന് പിരിഞ്ഞു പോന്ന ഒരു തരീഖത്താണ് ജുസൂലിയത്ത് എന്ന തരീഖത്ത് എന്നാണ്
ശരിയായി ബഹുമാനപ്പെട്ട പല ഇമാമുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അബ്ദുറഹുസനീയന്റെ 8440, അതുപോലെ തന്നെ അർഷിയഫു മുന്തദൽ ഉലൂക്കിയ എന്ന ഗ്രന്ഥത്തിലുണ്ട് തുടങ്ങിയ അതുപോലെ തന്നെ പല ഗ്രന്ഥങ്ങളിലും ഈ വിഷയങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇങ്ങനെ ജുസൂലിയ എന്ന ഒരു തരീഖത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ സ്ഥാപിച്ചു. ആ തരീഖത്തിലാണ് 12665 മുരീദുമാരുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ അവരുടെ പരമ്പരയായിട്ട് ധാരാളം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ധാരാളം കറാമത്തുകൾ ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ കാരണം പറയുന്നത് ഏതു നല്ല മനുഷ്യന്മാർക്കും ശത്രുക്കളുണ്ടാവുമല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് ഏതോ ഒരു ശത്രു വിദ്വാൻ വിഷം നൽകി എന്നാണ്. അങ്ങനെ വിഷം തട്ടിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. എവിടെ വഫാത്താകുന്നത്? വിഷം തട്ടിയിട്ടാണ്. അതോടൊപ്പം സുബിഹി നമസ്കാരത്തിൽ ബഹുമാനപ്പെട്ടവർ സുബിഹി നമസ്കരിച്ചു കൊണ്ടിരിക്കെ فَتُوفِيَ رضي الله عنه في صلاة الصبح إما في السجدة الثانية من الركعة الأولى أو في السجدة الأولى من الركعة الثانية. ഒന്നുകിൽ സുബിഹിയിലെ ഒന്നാം റക്അത്തിലെ രണ്ടാം സുജൂദിലോ അതല്ലെങ്കിൽ രണ്ടാം റക്അത്തിലെ ഒന്നാം സുജൂദിലോ അഭിപ്രായ വ്യത്യാസമാണ് പണ്ഡിതന്മാർക്കിടയിലുള്ള. ഏതായാലും ഒരു സുബഹി നമസ്കാരത്തിലെ ഒരു സുജൂദിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് നടക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ തന്നെ അടിത്തറ പാകിയ ഒരു പള്ളി, ആ പള്ളി ഉണ്ടായിരുന്നു അവിടെ. ബഹുമാനപ്പെട്ടവർ തന്നെ പണിത ഒരു പള്ളിയുടെ ആ പള്ളിയുടെ നടുവിലാണ് ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്തിട്ടുള്ളത്. പോരാ, ഈ ബഹുമാനപ്പെട്ട ജുസൂലി തങ്ങളുടെ ഖബറിന്റെ അരികെ ധാരാളം ആളുകൾ വരികയും അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് എല്ലാവരും ഈ ദലായിലുൽ ഖൈറാത്ത് വിടാതെ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവ് അവിടെ ഉണ്ടായിരുന്നു. വയുക്സിറൂന മിൻ ഖിറാഅത്തി ദലായിലുൽ ഖൈറാത്ത് ഇൻദഹു വസബത അന്ന റായിഹത്തുൽ മിസ്കി തൂജദു മിൻ ഖബരിഹി മിൻ കസറത്തി സ്വലാത്തിഹി അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാമിഉൽ കറാമത്തുൽ ഔലിയായിന്റെ 1249. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് എത്രയാണ് ബഹുമാനപ്പെട്ടവർ ചൊല്ലിയത് എന്ന് കണക്കില്ല. ആ സ്വലാത്ത് അധികരിപ്പിച്ചതിന്റെ കാരണമായി ബഹുമാനപ്പെട്ടവരുടെ ഖബറിൽ നിന്ന് കസ്തൂരി ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടേയിരിക്കും ഏത് സമയത്തും എന്നാണ്. അത് ബഹുമാനപ്പെട്ടവരുടെ ഒരു വലിയ കറാമത്തായി ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനും പുറമെ വഫാത്തായി ആദ്യം വഫാത്തായിട്ട് മറവ് ചെയ്ത സ്ഥലം അവിടെ ഈ സൂസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് 77 വർഷം കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ടവരെ മറാക്കിഷ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് മൂപ്പരുടെ ജനാസ അവിടെ നിന്ന് ഖബറിൽ നിന്ന് എടുത്ത് നീക്കം ചെയ്ത് മറ്റൊരു സ്ഥലത്ത് മറവ് ചെയ്തു എന്നാണ്. മറാക്കിഷ് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ഈ മുൻജിദില് ഈ എന്താണ് നമ്മൾ പറയുന്ന ഗോളശാസ്ത്രത്തിന്റെ ഈ രാജ്യങ്ങളുടെ ഓരോ പട്ടികണ്ട്. അതിലിങ്ങനെ നോക്കിയാൽ കാണാം ഈ ഭൂഗോളത്തിൻ്റെ ഇതിലൊക്കെ പിന്നെ ആഫ്രിക്ക എന്ന ഭാഗമെടുത്ത മറാക്കിഷ് എന്ന് കാണും. ഈ മറാക്കിഷിലേക്കാണ് ബഹുമാനപ്പെട്ടവരുടെ ജനാസ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഖബർ തുറന്നു നോക്കുമ്പോൾ മറവ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അതേ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ വഫാത്തിന്റെ തൊട്ടടുത്ത സമയത്താണ് ബഹുമാനപ്പെട്ടവർ തലമുടി കളഞ്ഞതും താടിയുടെ സൈഡൊക്കെ വടിച്ച് നേരാക്കിയതും. ആ അടയാളം പോലും യാതൊരു മാറ്റം മരിക്കുന്ന സമയത്തുള്ളത് പോലെ ഒരു മാറ്റമില്ലാതെ അതുപോലെ തന്നെ ആ നിലക്കാണ് ഖബറിലുണ്ടായിരുന്നത്. മാത്രവുമല്ല
അവിടെ കൂടിയ ഒരാള് ബഹുമാനപ്പെട്ടവരുടെ മുഖത്തിന്റെ മേൽ വിരലൊന്നും ഇങ്ങനെ അമർത്തി വെച്ചു. ഈ വിരല് അമർത്തി വെക്കുമ്പോൾ ആ വെക്കുന്ന സമയത്ത് അമർത്തി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നിന്ന് രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ശരീരത്തിൽ. അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ മുഖത്ത് വിരല് കൊണ്ടൊന്ന് അമർത്തിയപ്പോ ആ അമർത്തിയ വിരലിന്റെ അടിഭാഗത്തുനിന്ന് രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നാണ്. വിരലെടുത്തപ്പോൾ ആ രക്തം അതേപോലെ വീണ്ടും പഴയതുപോലെ വരികയും ചെയ്തു. ജീവിച്ചിരിക്കുന്ന ഒരാളെ അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതേപോലെ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ടവരുടെയും അവസ്ഥ. 77 വർഷം കഴിഞ്ഞിട്ട് എന്നിട്ടാണ് മറാക്കിസിലേക്ക് നക്കൽ ചെയ്ത് അവിടെ കൊണ്ടുപോയി മറവ് ചെയ്ത് അവിടെ വെച്ചുള്ള അവസ്ഥയാ പറഞ്ഞത്. ഖബറിൽ നിന്ന് കസ്തൂരി ഇങ്ങനെ അടിച്ചു വീശിയിരുന്നു എന്ന്. അപ്പോ ഈ രീതിയിൽ ആണ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് നടന്നതും മറവ് ചെയ്യൽ നടന്നതും അതുപോലെ തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്തപ്പോഴുള്ള അവസ്ഥയും ഒക്കെ. ഇതൊക്കെ വലിയ കറാമത്തായി ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുകളിൽ എണ്ണിക്കാണാൻ കഴിയും. അങ്ങനെ മറ്റൊരു കറാമത്ത്, ബഹുമാനപ്പെട്ടവര് ആ ഖബർ ഷരീഫിലേക്ക് സിയാറത്തിന് വേണ്ടി വന്ന ഒരാൾ അവിടെ വന്ന് ഈ ദലായിലുൽ ഖൈറാത്തും മറ്റും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ധിക്കാരപൂർവം ഈ മനുഷ്യനെ ഈ ഖബറിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് ഇട്ടു എന്നാണ്. അങ്ങനെ ചില മക്ബറയിലൊക്കെ നമ്മൾ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ ചില ആളുകൾ അവിടുത്തെ ആൾക്കാരാണെന്ന് പറഞ്ഞാണ്ട് നമ്മളെ വലിച്ചു പുറത്തേക്ക് ഇട്ടു. അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ സംഭവിച്ചു. ഏതായാലും അവിടെ ഈ സംഭവത്തിന്റെ ശേഷം സ്വപ്നത്തിൽ കാണാൻ ബഹുമാനപ്പെട്ട ജുസൂരി ഇമാമിനെ ഒരാൾ സ്വപ്നത്തിൽ കാണുന്നു. എന്താ ജുസൂരി ഇമാം കാണിക്കുന്നത്? ബഹുമാനപ്പെട്ടവരുടെ ഈ മഖാമ് നിലകൊള്ളുന്നതിൻ്റെ ഖുബ്ബയുടെ അടുത്ത് ഒരു ചെമ്പിൽ എണ്ണ തിളപ്പിക്കുക, അതല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുക, രണ്ടാമൊന്ന് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പുറത്തേക്ക് വലിച്ചടിച്ചു കൊണ്ടുപോയ ഈ അക്രമം കാണിച്ച ഈ മനുഷ്യന്റെ കൈകാലുകൾ പിടിച്ച് ഈ എന്നാണ്. ആ ഖുബ്ബയുടെ വാതിലിന്റെ അരികെ തളച്ചുകൊണ്ടിരിക്കുന്ന ആ എണ്ണയോ വെള്ളമോ ഉള്ള ചട്ടിയിലേക്ക് ഈ മനുഷ്യനെ ബഹുമാനപ്പെട്ടവർ കൈകാലുകൾ കൂട്ടിപ്പിടിച്ചെറിഞ്ഞു എന്നാണ്. അങ്ങനെ അസ്ബഹൽ മുജ്തദിഉൽ മദ്കൂർ മുഅത്തലൽ ജവാരിഹി വമാ സാല യുബ്തല ബിൽ മസാഇബി. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഈ ഏറ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ കൈകാലുകൾക്കും മറ്റു അവയവങ്ങൾക്കും പൊള്ളലും മറ്റു പരിക്കുകളും ഏറ്റു. വളരെയധികം ഗുരുതരമായ അവസ്ഥയിൽ അദ്ദേഹമായി മരണം വരെ ഈ നിലക്ക് വിവിധങ്ങളായ മുസീബത്തുകളാണ് ആ മനുഷ്യനെ എത്തിക്കൊണ്ടിരുന്നത് എന്ന് മൗസൂഅത്തു മവാഖിഫ് സലഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 8539 രേഖപ്പെടുത്തിയ കറാമത്താണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ധാരാളം കറാമത്തുകൾ ഉള്ള ഒരു വലിയ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട ഇമാം ജുസൂരി. അവർ സ്വലാത്ത് ചൊല്ലുന്നതിന് വേണ്ടി മാത്രം രചിച്ച, അതുമാത്രം ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ് ദലായിലുൽ ഖൈറാത്ത്. ഈ ദലായിലുൽ ഖൈറാത്തിനെ സംബന്ധിച്ച് ധാരാളം ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട്. ഞാൻ അതിൻ്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ഈ ഇത് ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബ്ഹാനി തങ്ങൾ രചിച്ച അഫ്ദലുസ് സലവാത്തി അലാ സയ്യിദി സാദാത്തി എന്ന ഒരു ഗ്രന്ഥമാണ്. ഇതിൽ ബഹുമാനപ്പെട്ടവര് അതിന്റെ 48-ാമത്തെ പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വഖാലൽ ഫാസി ഫി ശറഹി ദലായിലി ബഅദ ഖൗലിൽ മുസന്നിഫ്. ഈ ദലായിലുൽ ഖൈറാത്തിൽ സലാത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട്. വഹിയ
മിൻ അഹമ്മിൽ മുഹിമ്മാത്തി ലിമൻ യുരീദുൽ ഖുർബ മിൻ റബ്ബിൽ അർബാബ്. സലാത്തിന്റെ ഒന്നാമത്തെ മഹത്വം മൂപ്പർ പറഞ്ഞത് തന്നെ ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും മുഖ്യമായ കർമ്മങ്ങളിൽപ്പെട്ട ഒരു കർമ്മമാണ് ഈ പറയാൻ പോകുന്നത് എന്നാണ്. ആ ഒരു വാചകത്തെ ഇമാമുകൾ ഉദ്ധരിച്ചുകൊണ്ട് ദലായിലുൽ ഖൈറാത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. എന്ത്? വഹിയ മിൻ അഹമ്മിൽ മുഹിമ്മാത്തി ലിമൻ യുരീദുൽ ഖുർബ മിൻ റബ്ബിൽ അർബാബ്. എന്നിട്ട് വജ്ഹു അഹമ്മിയത്തി സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹഖ്ഖി മൻ യുരീദുൽ ഖുർബ മിൻ മൗലാഹു. റബ്ബിനോട് അടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹിന്റെ മേലുള്ള സ്വലാത്ത് എങ്ങനെയാണ് അഹമ്മും മുഹിമുമാകുന്നത് എന്നുള്ളത് ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. കാരണം ഒന്നാമതായി പറഞ്ഞത് റസൂലുള്ളാഹിനെ തവസ്സുലാക്കിക്കൊണ്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത് എന്നുള്ളതാണ്. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഏതായാലും. അപ്പൊ ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഞാൻ തന്നെ പരതിയ കുറെ ഗ്രന്ഥങ്ങളിൽ അതിലൊക്കെ ദലായിലുൽ ഖൈറാത്തിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ആദ്യമായി സലാത്തുകളെ ഈ വിധത്തിൽ ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ദലായിലുൽ ഖൈറാത്താണ് എന്നാണ് ഇമാമുകൾ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ ഇത് ഒരു സനദ് പ്രകാരം ചെയ്യലാണ് വേണ്ടത്. കാരണം സനദ് പ്രകാരം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ശ്രേഷ്ഠതയുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് അന്നഹു കസൈഫിലിൽ മുഖാത്തിലി എന്നാണ്. സനദ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മളൊക്കെ ഹദീസ്, മർഫൂആയ ഹദീസ്, മൗഖൂഫായ ഹദീസ്, സഹീഹായ ഹദീസ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി വരെ ഈ ഹദീസ്, ഒരു ഹദീസ് പറയുമ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതു കർമ്മങ്ങളും നിയ്യത്തനുസരിച്ചുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു ഹദീസ്. ഉദാഹരണം, ഈ ഹദീസ് റിവായത്ത് ചെയ്തത് ഇങ്ങനെ ഇന്നാള് തൊട്ട് അങ്ങനെ പറഞ്ഞുപോയി റസൂലുള്ളാഹി വരെ എത്തുന്ന ഒരു പരമ്പര അതിനുണ്ടാകും. അതിനാണ് സനദ് എന്ന് പറയുന്നത്. എന്നതുപോലെ ദലായിലുൽ ഖൈറാത്ത് ചൊല്ലുന്ന ആളുകൾക്കും ഒരു സനദ് ആവശ്യമാണ്. സനദ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ ഷെയ്ഖുനാന്റെ ദലായിലുൽ ഖൈറാത്ത് മേടിച്ച ആളുകൾക്കറിയാം. ഷെയ്ഖുന കക്രിപ്പുറത്ത് ഉസ്താദിന്റെ മേടിച്ചില്ല. കക്രിപ്പുറത്തിന്റെ സനദ് ഇതിൽ പറയുന്നുണ്ട്. ഇമാം ജുസൂരി തങ്ങൾ വരെയുള്ള സനദ്, ജുസൂരി തങ്ങൾ മുതലുള്ള സനദ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജുസൂരി തങ്ങൾ മുതൽ റസൂലുള്ളാഹി വരെയുള്ള സനദ്. അപ്പൊ അങ്ങനെ ഈ സനദ് ഇന്നാളെ തൊട്ട് എന്ന് പറയുന്ന ഒരു പരമ്പര ആവശ്യമാണ്. അത് ഒരു യോദ്ധാവിന് ഒരു വാളിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഗൗരവമാണ് ഈ സനദ് എന്ന് പറയുന്നത്. ചില ആളുകൾ പറയുന്നു, അയ്മത്ത് പറയുന്നു, ഇന്നഹു സുല്ലമുൻ യുസ്അദു ബിഹി ഇലാ അഅ്ലൽ മനാസിലി, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കയറി പോകാനുള്ള ഒരു കോണിയാണ് സനദ് എന്ന് പറയുന്നത്. വശുയൂഖുൽ ഇൻസാനി ആബാഉഹു ഫിദ്ദീനി വഉസ്റത്തുൻ ബൈനഹു വബൈന റബ്ബിൽ ആലമീൻ. ഒരുത്തന്റെ ഷെയ്ഖ് എന്ന് പറയുന്നത് അവന്റെ ദീനിന്റെ കാര്യത്തിൽ അവന്റെ പിതാക്കളാണെന്നാണ് നമ്മൾ ഉണ്ടാക്കിയൊരു വാക്കുണ്ടാകുന്നത്. നേരെ മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പിതാവാണ്. നമ്മുടെയും റബ്ബിന്റെയും ഇടയിലുള്ള ഒരു കയറ്, ഒരു ബന്ധമാണ് ആര്? നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷെയ്ഖ് അതല്ലെങ്കിൽ സനദ് വളരെ ആവശ്യമാണ്. തരീഖത്ത് ജുസൂലിയ മൂപ്പരുടേതായ ഒരു തരീഖത്ത്. മൂപ്പരാണെങ്കിൽ ഷാദുലി തരീഖത്തിന്റെ ഷെയ്ഖാണ്. ഏത് വലിയ ആളുകളെ നോക്കിയാലും ഏതെങ്കിലും ഒരു തരീഖത്തുമായി ബന്ധം അവർക്കുണ്ടാവും. നമ്മളോട് പറയൂല, ചിലപ്പോ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന അവർക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഖുമായിട്ട് ഖാദിരി തരീഖത്ത് അല്ലെങ്കിൽ റിഫായി തരീഖത്ത്, ജിഷ്ദി തരീഖത്ത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു തരീഖത്തുമായി ബന്ധപ്പെട്ട് അവർ എന്തെങ്കിലും ഒരു വിറുദ്, ഒരു അമൽ അവർ സ്വീകരിച്ചുകൊണ്ട് പതിവായി കൊണ്ട് നടക്കുന്നുണ്ടാവും. അപ്പൊ അത് ആവശ്യമാണ്. അപ്പൊ ഈ
ഏതെങ്കിലും പറ്റാവുന്ന ആളുകളിൽ നിന്ന് സനദ് സ്വീകരിച്ചുകൊണ്ട് ചെല്ലാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. ഇനി അങ്ങനെ കഴിഞ്ഞില്ലെങ്കിലും സ്വലാത്തല്ലേ, റസൂലുള്ളാഹിയുടെ സ്വലാത്താണ്, അത് ഈ ഒരു ഗ്രന്ഥം കൈവശപ്പെടുത്തി ഇതിൽ പറഞ്ഞ ഓരോ ദിവസം തിങ്കളാഴ്ച മുതൽക്ക് പിന്നെ ഒരു ഹിസ്ബ് തിങ്കളാഴ്ച ചെല്ലുക, ചൊവ്വാഴ്ച ചെല്ലുക, അങ്ങനെ ആഴ്ചയിൽ അവസാനിക്കുന്ന 7 ഹിസ്ബായിട്ടാണ്. ആ രീതിയിൽ ഇത് നിർവഹിച്ചാൽ ഇനി ഒന്നുമില്ലെങ്കിൽ ചില ആളുകൾ ഈ സനദ് സ്വീകരിച്ചത്, ഈ ദലായിലുൽ ഖൈറാത്തിന്റെ പ്രത്യേകതയാണ്. പല മഹാന്മാരും ഈ വിറുദ് സ്വീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ടാണ് വരുന്നത്. പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇതിന്റെ സനദ് ഇത് ചെല്ലാനുള്ള അനുവാദം നൽകിയത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന്. അത്രയും മഹത്വം ഈ സ്വലാത്തിനുണ്ട് എന്നാണ് ഇത് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോ ഏതെങ്കിലും വിധത്തിൽ നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു റസൂൽ നമുക്ക് തുറന്ന് ചൊല്ലിക്കൊന്ന് പറയുകയാണെങ്കിലോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ദലായിലുൽ ഖൈറാത്ത് ചൊല്ലണം എന്നും കൂടി ഈ സന്ദർഭത്തിൽ വർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ അവൻ പൊരുത്തപ്പെടുന്ന സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന അവർകൾ ഈ നിലക്ക് സ്വലാത്ത് ധാരാളം ചൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നിസ്കാര ശേഷം ഒരു 3 സ്വലാത്ത് ഉസ്താദ് എപ്പോഴും ചെല്ലാൻ പറയും. ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിസ്കാര ശേഷം സ്വലാത്ത് ഉണ്ടോ എന്ന് ചോദിക്കും. ഞങ്ങളൊക്കെ പറയും അങ്ങനെ സ്വലാത്തില്ല. നിസ്കാര ശേഷം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞത് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ അങ്ങനെ നിസ്കാര ശേഷം ഒരു സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പല സ്വലാത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഇബ്നു ഹജർ തങ്ങളുടേത്, അതുപോലെ തന്നെ പല അയിമത്തിന്റെയും സ്വലാത്തിന്റെ വിശദീകരണം പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ നിസ്കാര ശേഷം സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ കൂട്ടമായി ചെല്ലണം എന്നൊന്നല്ല, ഒറ്റയ്ക്ക് ചെല്ലണം എന്ന അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഉസ്താദ് എന്താ പറയാ, ഒരു 3 സ്വലാത്ത് എല്ലിയിട്ട് അന്ന് സൃഷ്ടിക്കണേ സൃഷ്ടിച്ചോട്ടെ, അത് ഒഴിവാക്കാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞു വെച്ചാല് അത്രയും സ്വലാത്തുമായിട്ടുള്ള ഒരു ബന്ധം ഉസ്താദിനുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഏതെങ്കിലും ദലായിലുൽ ഖൈറാത്ത് ചെല്ലാൻ മാത്രമല്ല, സ്വലാത്തുകൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. സ്വലാത്തിൻ്റെ ഒക്കെ മഹത്വം ഇതിലൊക്കെ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളിതൊന്നും ഇപ്പോൾ സ്വലാത്തിൻ്റെ മഹത്വം കൂടെ പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞതല്ലേ. ഏതായാലും റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവസാനം നമ്മുടെ ആഖിർ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നമ്മുടെ അവസാനം അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ചെറുതായിട്ടൊരു വിവരണമാണ് നമുക്ക് ഉസ്താദുകൾ തന്നത്. വലിയ സദസ്സിനോടും ഒരുപാട് ഉസ്താദുമാരുള്ള സദസ്സിലും സംസാരിക്കുന്ന ഒരു വിഷയമാണ്. സത്യത്തിൽ അന്ന് വാർഷികത്തിൻ്റെ അന്ന് സംസാരിക്കണം എന്ന് വിചാരിപ്പിച്ചതാണ്. പക്ഷെ അന്ന് എല്ലാം പാടെ കൂടിയിട്ടായതുകൊണ്ട് സംസാരിക്കാനുള്ള സമയം